ഞാനൊരു ചെറുപയർ മസാല ട്രൈ ചെയ്തു. അത് വളരെ നല്ല സ്വാദിഷ്ടമായതുകൊണ്ട് നിങ്ങൾക്കുമായി ഷെയർ ചെയ്യുന്നു. ഞാൻ സാധാരണ ചെറുപയർ പുഴുക്കും ചെറുപയർ മെഴുക്ക് വരട്ടി ഇതൊക്കെയാണ് ഉണ്ടാക്കാറുള്ളൂ. ഇന്നത് ഉണ്ടാക്കിയപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. നിങ്ങൾ ചെറുപയർ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് ഒരുപാട് കുഴഞ്ഞു പോവാതെ വേവിച്ചെടുക്കുക. ഒരു 3 വിസിൽ മതിയാവും. കണ്ടില്ലേ? ഇതേ പാകത്തിന് വേവിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്, ജീരകം, പെരിഞ്ജീരകം, കൊല്ലമുളക് എന്നിവ പൊട്ടിക്കുക. അതിനുശേഷം അതിനകത്തേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ച് ചേർക്കുക. അല്ലെങ്കിൽ പേസ്റ്റാക്കി ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ ചേർത്താൽ മതിയാവും. പിന്നെ 2-3 പച്ചമുളക് ആഡ് ചെയ്യുക. ഇത് നന്നായി വഴറ്റി അതിൻ്റെ പച്ചമണം ഒക്കെ മാറുന്നതിന് ശേഷം നമ്മൾ ഒരു മീഡിയം സവാള ചേർക്കുക. ചെറിയ ഉള്ളി ചേർത്താലും മതി. സവാള ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. അതിൻ്റെ ഒരു സ്വാദ് മാറി കഴിയുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യുക. പിന്നെ ഉപ്പ് ആഡ് ചെയ്യുക. ഉപ്പ് നമ്മൾ ചെറുപയറിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് നോക്കിയിട്ട് വേണം നമ്മൾ ഇതിനകത്ത് ഉപ്പ് ആഡ് ചെയ്യാനായിട്ട്. ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്യാമല്ലോ. അതിനുശേഷം ഒരു തക്കാളി, ഒരുപാട് കുനുകുനാന്ന് അരിയേണ്ട കാര്യമില്ല. ഒരു തക്കാളി 4 പീസാക്കി മുറിച്ച് അതിനകത്തേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കുക. എന്നിട്ട് അത് ആ തക്കാളി ഒന്ന് നന്നായി വെന്ത് ഒന്ന് കുഴഞ്ഞ് വരണം. ആ തക്കാളിയുടെ ഒരു പച്ച സ്വാദൊക്കെ മാറി നല്ല കുഴഞ്ഞതിൻ്റെ തൊലിയൊക്കെ പറഞ്ഞു പോകുന്ന രീതിയിൽ വേണം വരാനായിട്ട്. അതിനുശേഷം അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി ആവശ്യത്തിന് എരിവിനനുസരിച്ച് ഉപയോഗിക്കാം. ചെറുപയർ ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ മുളക് പൊടി ഇട്ടാൽ നന്നായിരിക്കും. ചെറുപയറിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് മങ്ങി നിൽക്കണം നല്ലത്. അങ്ങനെ നന്നായി ഒന്ന് വെന്തതിന് ശേഷം അതിനകത്തേക്ക് ഒരു പാകത്തിന് വെള്ളം ഒഴിക്കുക. ഈ മസാല വേവുന്നതിനനുസരിച്ചുള്ള വെള്ളം ഒഴിക്കുക. നിങ്ങൾ ചെറുപയർ വേവിക്കുമ്പോഴും ഒരുപാട് വെള്ളം ഒഴിക്കരുത് കേട്ടോ. ഒരു തിക്ക് ഗ്രേവി ആയിട്ടിരുന്നില്ലെങ്കിൽ ഇതിന് കറിക്ക് ടേസ്റ്റ് കുറവായിരിക്കും. ഇത് നന്നായി വെന്തതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ കുറച്ച് മസാലപ്പൊടി ഇടുക. മസാലപ്പൊടി കൂടി ചേർത്തതിന് ശേഷം ഞാൻ ഗരം മസാലയാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെജ് മസാലയോ നിങ്ങളെന്താ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അത് ചേർക്കാവുന്നതാണ്. അതിനുശേഷം ഈ ചെറുപയർ വേവിച്ച് വെച്ചിരിക്കുന്നത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. പെട്ടെന്ന് തീ ഓഫ് ചെയ്യരുത്. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊക്കെ നോക്കാം. എരിവില്ലെങ്കിൽ എരിവിടാം. കുരുമുളക് പൊടി ഒന്നും ആഡ് ചെയ്യണ്ട കേട്ടോ. അതിനുശേഷം നമ്മൾ കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ ഇട്ടാൽ നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും കിട്ടും. ഇത് ശരിക്കും ഒരു നോർത്ത് ഇന്ത്യൻ കറിയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല അടിപൊളി ഡിഷാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.